വലിയ പ്രതിഷേധമാണ് പേരാമ്പ്രയിൽ ഉണ്ടായത്. വിവിധ യുവജന വിദ്യാർത്ഥി സംഘടനകൾ പേരാമ്പ്ര BRCയിലേക്ക് പ്രതിഷേധവുമായി എത്തി. ഈ അധ്യാപികമാരെ നിയമിക്കുന്നതിൽ BRCക്ക് വലിയ അനാസ്ഥയുണ്ടായി എന്നതാണ് വിമർശനം. നടപടി ആവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. വരും ദിവസങ്ങളിലും പ്രതിഷേധം കടുപ്പിക്കാനാണ് സംഘടനകളെ തീരുമാനം. അഭിജിത്ത് മുഴക്കുന്നാണ് ചേരുന്നത്. അഭിജിത്ത്, കാവ്യയ്ക്ക് ഇത്തരത്തിൽ ലഹരി ഇടപാടുണ്ടായിരുന്നു എന്നത് അവർക്ക് അറിയില്ലായിരുന്നു, ഞെട്ടിച്ചു എന്നതാണല്ലോ അവിടുത്തെ ആളുകൾ നമ്മളോട് പ്രതികരിച്ചത്. മാത്രവുമല്ല, ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടികൾ അടക്കം ഇവർ സജീവമായിരുന്നു അല്ലേ? വിദ്യാർത്ഥി യുവജന സംഘടനകൾ ഏതായാലും പ്രതിഷേധം കടുപ്പിക്കുകയാണ്. അതെ വിനീത, വലിയ പ്രതിഷേധമാണ് ഇന്ന് പേരാമ്പ്ര BRCക്ക് മുൻപിലുണ്ടായത്. യൂത്ത് കോൺഗ്രസ്, യൂത്ത് ലീഗ്, MSF, KSU അങ്ങനെ വിദ്യാർത്ഥി യുവജന സംഘടനകളെല്ലാം പ്രതിഷേധവുമായി എത്തി. അവർ മുന്നോട്ട് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് ഈ രണ്ട് ആളും, അതായത് കാവ്യയും കീർത്തനയും രണ്ടുപേരും പേരാമ്പ്ര BRCക്ക് കീഴിൽ വിവിധ സ്കൂളുകളിൽ അധ്യാപികമാരായി എത്തിയിട്ടുള്ളതാണ്. അതിൽ കീർത്തനയാണെങ്കിൽ കായിക അധ്യാപികയായിരുന്നു. മാത്രമല്ല, ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സൂംബ യോഗ ക്ലാസുകൾ എടുക്കാൻ കൂടി ഇവർ പല സ്കൂളുകളിലും എത്തിയിട്ടുണ്ട്. അതേസമയം കാവ്യ ഓട്ടിസം സ്കൂളിൽ സ്പെഷ്യലിസ്റ്റ് അധ്യാപികയായി ജോലി ചെയ്തതാണ്. അങ്ങനെ വിവിധ സ്കൂളുകളിൽ വിദ്യാർത്ഥികളുമായി കൂടുതൽ ഇടപഴകാനുള്ള ഒരു സാഹചര്യം ഇവർ ഒരുക്കിയിരുന്നു. അങ്ങനെ ഇടപഴകുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സംശയമാണ് പ്രധാനമായും ഈ സംഘടനകളൊക്കെ മുന്നോട്ട് വെക്കുന്നത്. ഒരുപക്ഷെ ഈ വിദ്യാർത്ഥികളൊക്കെ ഇവരുടെ വലയിൽ അകപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ടോ എന്നൊക്കെയുള്ള ചോദ്യം ചോദിക്കുന്നു. അതിനാൽ തന്നെ ഇതിൽ BRCക്ക് ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇവർ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണം. ഇവർ രണ്ടുപേരെയും പിരിച്ചുവിട്ടിട്ടുണ്ട്. ആരോപണം ഉയർന്നതിന് പിന്നാലെ തന്നെ കീർത്തനയെ പിരിച്ചുവിടുന്നു, പിന്നാലെ ഇപ്പോൾ കാവ്യയെയും പിരിച്ചുവിടുന്നുണ്ട്. ഇതിൽ കാവ്യയുടെ കാര്യമൊക്കെ പറയുകയാണെങ്കിൽ നേരത്തെ ഒരു അപകടമൊക്കെ പറ്റി ഈ BRCയിലെ അധ്യാപകരൊക്കെ സാമ്പത്തിക സഹായമൊക്കെ ഇവർക്ക് ചെയ്തതാണ്. പക്ഷേ അതിന് പിന്നാലെ തന്നെ ഒരു ആഡംബര കാറൊക്കെ വാങ്ങുന്നൊരു സാഹചര്യമൊക്കെ കാവ്യ വാങ്ങുന്ന ഒരു സ്ഥിതിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത് തന്റെ ആങ്ങളയുടെ സഹോദരന്റെ ആഡംബര കാറാണ് എന്നുള്ളതാണ് കാവ്യ പറഞ്ഞിരുന്നു. അതാണ് നമ്മൾ നേരത്തെ വിശദമായി പരിശോധിക്കുകയും ചെയ്തത്. ഏതായാലും പ്രതിഷേധം കടുപ്പിക്കുക തന്നെയാണ് വിദ്യാർത്ഥി യുവജന സംഘടനകൾ. അഭിജിത്ത് മുഴക്കുന്നാണ് ചേരുന്നത്. കൂടുതൽ പേരിലേക്ക് അന്വേഷണം എത്തുന്നുണ്ട്. കൂടുതൽ പേർ നിരീക്ഷണത്തിലാണ്. ഈ സംഘത്തിൽ, ഈ നെക്സസിൽ ആർക്കൊക്കെ പങ്കുണ്ട് എന്നതാണ് പരിശോധിച്ചു വരുന്നത്. വരും ദിവസങ്ങളിലും നമുക്ക് പ്രതീക്ഷിക്കാം ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തുവരും.